مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة بمكارم متزينا متعطفا لجميع خلق محسنا بشريعة الجد العليم متدينا علي خليل الله إبراهيم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ അതിലെ മൂന്നാമത്തെ ആയത്തിൽ ആസ്പദമാക്കി കാരുണ്യത്തിന്റെ കുളിരും തണലും
എന്ന വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പേരുകളിൽ വളരെ പ്രശസ്തമായ മറ്റ് സൃഷ്ടികൾക്ക് പറയപ്പെടാത്ത പേരാണ് റഹ്മാൻ എന്ന പേര് എന്നതും വിശാലമായ വ്യാപകമായ കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ വിവരിക്കുമ്പോൾ നാം സംസാരിച്ചിട്ടുണ്ട്. അർ-റഹീം എന്ന പേര് സൂചിപ്പിക്കുന്നത് ചിലർക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹം, പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നവൻ എന്നതാണെന്നും നാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ എല്ലാ കാരുണ്യവും ചൊരിക്കുന്ന, പ്രത്യേകക്കാർക്ക് പ്രത്യേക കാരുണ്യം ചൊരിക്കുന്ന അല്ലാഹുവിന്റെ പേരുകൊണ്ട് ബർക്കത്തെടുത്ത് ആരംഭിക്കുന്നു എന്നത് നമുക്ക് പറയാൻ പഠിപ്പിച്ചു തന്നതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു തന്നെ അവനെ സ്തുതിച്ച വാചകം നമുക്ക് അവനെ സ്തുതിക്കാനുള്ള മഹത്തായ വാചകം സർവ്വലോകത്തെയും സൃഷ്ടിച്ചു സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് സർവസ്തുതികളും എന്ന് പറയുന്ന മഹത്തായ ആശയം നമ്മെ പഠിപ്പിക്കുകയും അത് പറയാൻ സൂചിപ്പിക്കുകയും ആ വാക്കിലൂടെ അവൻ തന്നെ അവനെ സ്തുതിക്കുകയും നമുക്ക് അവനെ സ്തുതിച്ചു പറയാനുള്ള ഏറ്റവും മഹത്തായ വാചകം നമ്മെ പഠിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഇന്നലെ നാം വിവരിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരായത്താണ് അർ-റഹ്മാനിർ റഹീം. ഈ ആയത്തിന്റെ ഘടനകൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇന്നലെ സംസാരിച്ച വിഷയത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണല്ലോ ഇന്നലെ നാം സംസാരിച്ച ആയത്ത്. ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം ആദ്യമായി സംസാരിച്ച വാചകമാണ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആത്മാവ് നിക്ഷേപിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ ആദ്യമായി സംസാരിച്ച വാചകമാണ് അൽഹംദുലില്ലാഹ്. ഇന്നലെ പ്രസംഗം നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവസാനമായി സ്വർഗത്തിൽ എത്തിയ മുഅ്മിനീങ്ങൾ അവസാനം പറയുന്ന വാചകം വആഖിറു ദഅ്വാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.